ഓട്ടോ എക്സ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ഒരു വലിയൊരു കാർണിവലാണ്, ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഷോ ആണ്. ലോകത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഷോകളിൽ ഒന്ന് തന്നെയാണ്. എന്നാൽ ഇത്തവണ കുറേ വ്യത്യസ്തമായിട്ടാണ് ഓട്ടോ എക്സ്പോ നടക്കുന്നത്. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ എന്നുള്ള പേരിലാണ് ഇത് നടക്കുന്നത്. അത് ഓട്ടോ എക്സ്പോ മാത്രമല്ല, അതിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് നോക്കാം. ആ വിശേഷങ്ങളും ഹൈലൈറ്റ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. എല്ലാ കാലത്തും ഓട്ടോ എക്സ്പോയിലുള്ള പോലെ തന്നെ ആദ്യത്തെ ലോഞ്ച് ഉണ്ടായിരുന്ന മാരുതി സുസുക്കിയുടെ തന്നെ ആയിരുന്നു. ഇത്തവണ രാവിലെ 8 മണിക്ക് തുടങ്ങുന്നതിന് പകരം 1 മണിക്ക് തുടങ്ങി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇപ്രാവശ്യം മാരുതിൻ്റെ സ്റ്റാളിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞാൽ ആകെ അവർ ഡിസ്പ്ലേയിൽ പബ്ലിക് ഡേയ്സിലല്ല, മീഡിയ ഡേയ്സിൽ ഡിസ്പ്ലേ ഉണ്ടായിരുന്ന ഒറ്റ മോഡലാണ്. ആ മോഡൽ തന്നെയായിരുന്നു ലോഞ്ച് ചെയ്തത്. മാരുതിൻ്റെ ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ ഈ വിറ്റാര എന്ന് പറയുന്നത് മാരുതി ഇപ്പം പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വണ്ടിയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ടൊയോട്ടൻ്റെ urban ക്രൂസറിൻ്റെ ഇലക്ട്രിക് വേർഷനും ഷെയർ ചെയ്യുന്നുണ്ടാവും. എന്നാലും ആദ്യമായിട്ട് പബ്ലിക് അപ്പിയറൻസ് നടത്തി അൺവീൽ ചെയ്തു. വീണ്ടും ഞാൻ പറയാം, ലോഞ്ച് ഒരു മിഡ് ഇയർ ആകുമ്പോഴേക്കുണ്ടാവും. അത് അൺവീൽ ചെയ്തു, പ്രീമിയർ ചെയ്തു എന്ന് പറയാം. ലോഞ്ച് ആകുമ്പോൾ മാർക്കറ്റിലേക്ക് എത്തുന്ന കുറേ ഡീറ്റെയിൽസുകൾ ഇപ്പം ഇല്ല. 500 കിലോമീറ്റർ മേലെ റേഞ്ച് ക്ലെയിം ചെയ്യുന്ന മാരുതി. അതേപോലെ തന്നെ 2 പവർ ട്രെയിൻ ഓപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസൈന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോൾഡ് ഡിസൈനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാരുതി ഈ ഒരു കാലത്ത് ഡെവലപ്പ് ചെയ്തതിൽ ജിംനി മാറ്റി വെച്ചാൽ ഏറ്റവും ബോൾഡായിട്ട് ഒരു സോളിഡ് ഫീലുള്ള ഒരു SUV ലുക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡിസൈൻ. ഇൻറ്റീരിയറും എല്ലാം തന്നെ നന്നായിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ഫീലുണ്ട്. സ്പേഷ്യസ് ആണ്. പിന്നെ കുറേ കൺവീനിയൻറ്റ് ഫീച്ചർ ഉണ്ട്. മാരുതി ക്ലെയിം ചെയ്യുന്ന 7 എയർ ബാഗ് ഉണ്ടാവും. അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിങ്ങിൽ എത്തും സേഫ്റ്റിയിൽ. പിന്നെ 500 കിലോമീറ്റർ മേലെ റേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മാരുതിയാണ് ജനകീയമാക്കുന്നൊരു ബ്രാൻഡാണ്. 40 വർഷം മുമ്പ് കാറുകൾ ജനകീയമാക്കിയ പോലെ തന്നെ ഈ വിറ്റാറിലൂടെ ഇലക്ട്രിക് വെഹിക്കിൾ ജനകീയമാക്കാനാണ് മാരുതിയുടെ പ്ലാൻ. അതാണ് ഇത്തവണ ഓട്ടോ എക്സ്പോയിൽ വന്നിട്ടുള്ള മാരുതിയുടെ. അതിന് ശേഷം പിന്നീട് നമുക്കറിയാം ചില വേരിയൻസ് എല്ലാം സ്വിഫ്റ്റിൻ്റെയും ജിംനിയുടെ എല്ലാം നമ്മൾ കണ്ടു. എല്ലാം വെറും കോസ്മെറ്റിക് സംഗതികളാണ്. ഇത് മാത്രമായിരുന്നു ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നത്. ഹാൾ നമ്പർ 1, ഏറ്റവും വലിയ ഹാള്, അതിലായിരുന്നു ടാറ്റ ഉണ്ടായിരുന്നത്. ടാറ്റ തന്നെ ഓക്യുപ്പൈ ചെയ്ത്. ടാറ്റ ആയിരുന്നു ഇത്തവണ ഓട്ടോ എക്സ്പോയിൽ ഏറ്റവും വലിയ സ്റ്റോൾ ഉണ്ടായിരുന്നു. ടാറ്റനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം, ടാറ്റൻ്റെ കാറ് മാത്രമല്ല കമേഴ്ഷ്യൽ വെഹിക്കിളും ഉണ്ടായിരുന്നു. അപ്പോൾ കാർ ഡിവിഷനിൽ ടാറ്റയുടെ ഹൈലൈറ്റ് ആയിരുന്നത് വീണ്ടും ഒരു 3rd സിയറ കോൺസെപ്റ്റ് കൺവീൽ ചെയ്തു. സിയറയുടെ തന്നെ ഐസ് മോഡലിൻ്റെ കോൺസെപ്റ്റാണ് ഇപ്പോൾ അൺവീൽ ചെയ്തത്, യെല്ലോ കളറിൽ. അതുവരെ കാണിച്ച 2 കോൺസെപ്റ്റും EV ആയിരുന്നു. ഞാൻ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം സിയറ വരുന്നില്ല, പറഞ്ഞ പോലെ തന്നെ ഇപ്പം വരുന്നില്ല. ഐസ് മോഡലിലൂടെ കാണിച്ചു. അവരിപ്പം പറയുന്നത് ഐസ് ആയിരിക്കും ആദ്യം വരിക, അതായത് പെട്രോളും ഡീസലും അടക്കമുള്ള എൻജിൻ ഓപ്ഷൻ ആയിരിക്കും വരാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഷോക്കേസ് ചെയ്ത വണ്ടി ഉണ്ടായിരുന്നത് മെയിനായിട്ട്. അത് നല്ല രസമായിട്ടുണ്ട്. ഒരു യെല്ലോ കളറിലാണ് കൊടുത്തിരുന്നത്. അതും അട്രാക്റ്റീവാണ്. അതിൻ്റെ കൂടെ തന്നെ ഹാരിയർ EVയും കോൺസെപ്റ്റ് രൂപത്തിലാണ് കാണിച്ചത്. അതും ലോഞ്ച് ആയിരുന്നില്ല. ഹാരിയർ EV അടുത്ത് വരുന്ന ഒരു ഇലക്ട്രിക് മോഡൽ തന്നെയാണ്. എന്നാൽ ടാറ്റനെ വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കണ്ട അവന്യ എക്സ് എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ അവന്യ എന്ന് പറഞ്ഞാൽ ടാറ്റ അവരുടെ ഒരു ലക്ഷറി ബ്രാൻഡായിട്ടാണ് ആക്ച്വലി പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ടൊയോട്ടയ്ക്ക് ലെക്സസ് ഉള്ള പോലെയാണ് ടാറ്റ അവന്യ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു SUV ഫോർമാറ്റിലുള്ള ഒരു ഫുൾ സൈസ് SUV ടൈപ്പിലുള്ള ഒരു കോൺസെപ്റ്റാണ്. അട്രാക്റ്റീവാണ്. ടാറ്റ പുതിയ അവന്യ ഡിസൈൻ ഫോർമാറ്റാണ്. DR11 ലോഗോ ആയിട്ടാണ് വരുന്നത്. അങ്ങനത്തെ ഒരു എലമെൻറ്റ് വന്നിട്ടുണ്ട്. എയറോഡൈനാമിക്സും അതുപോലെ തന്നെ ഒരു ലക്ഷറി എലമെൻറ്റ്സ് എല്ലാം കൂട്ടി എലഗൻറ്റ് ലുക്കിംഗ് കാറായിട്ടാണ് അവന്യ എക്സ് വന്നത്. ഇതിൻ്റെ പുറമെ കുറേ വേരിയൻസ് വന്നു ഇപ്പോൾ എക്സിസ്റ്റിംഗ് മോഡലിൻ്റെ. അപ്പോൾ നമ്മൾ മുമ്പ് കാസിരംഗ എഡിഷനിലെ പോലെ ബന്ദിപ്പൂർ എഡിഷൻ, അങ്ങനെയുള്ള ബ്ലാക്ക് ഡാർക്ക് എഡിഷൻ പോലെ വേറെ എഡിഷൻ, ഇതെല്ലാം ആകെ ടാറ്റ കാണിച്ചത്. അല്ലാതെ പുതിയ മോഡൽ ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ഇത് മാത്രം ടാറ്റൻ്റെ കാർ ലൈനപ്പിലുണ്ടായിരുന്നത്. Hi sir, so how has been the 2025 Auto Expo? What was your highlight? Very nice, first of all, Honey, and welcome to our pavilion today. Thank you. Just to say a few things before we get into what you'd like to ask me, Veda. So first of all, we are very proud that this year we could cross 6 million of total sales for PV since our start. And among other things, the last million has come in less than 2 years. So that's very good for us. So you would also notice that a Punch, our car, has been the highest selling car in India, which is also by the way an SUV. Yeah. So this is also the first time that an SUV has become the highest selling car in India with 200,000 plus. And next one is also among the top 10. So we also look forward to this spring continuing and many more of our cars entering into the top 10 and carrying the flag for Tata Motors to make sure that our sales keeps on growing. And towards this, our strategy of ensuring that we provide multi-powertrain options on all our cars is helping us quite a bit. You'll see that starting with a single, let's say, fuel
We have gone into gasoline, diesel, CNG, EV, and now where we're standing today, we're also getting ready for 85% ethanol blend, which is called Flex Fuel, as and when the government of India decides to bring it into India. Look, Coming to today's function that you attended, hope you liked it today, first of all. So you'd have seen that we have done a number of launches today, starting with the Sierra in the bright yellow color on stage. Followed with that, you must have seen the Harrier.EV, which is also the first time that we're getting into an SUV space with an EV. And this car is also going to have a all-wheel drive functionality. You would have seen that on the stage today, the car was summoned. There was no one sitting inside the car. The car came on the stage on its own. That's the kind of technology advancements that we are trying to do in all our cars. Next, you saw the Avinya X, which is our second product on the Avinya platform. Avinya X is going to be a SUV, as we all saw on the street, and it is also going to be a very exciting product when it comes up. Beyond this, there are many things that are happening in our pavilion this time, including we have showcased two gasoline engines, being 1.5 GDI and 1.2 GDI. We have also showcased multi-powdering tech that we used, and that's where we are standing right now, where we have Punch being showcased in iCNG, also in 85% blend of ethanol called Flex Fuel, and EV. All of them are near us right now. So then we have showcased a Bandipur set of products, which if you remember, we used to have a Kaziranga edition that we had done a couple of years ago. So we'd like to carry on supporting the national parks in India by bringing out the Bandipur edition. And then of course there is a Harrier Stealth version, which is a matte black finish car, which will take the Harrier a little more higher in terms of luxury and premiumness. And all of these are rods that we have today for you. Hope you enjoy our pavilion today. great. You have covered up everything which I wanted to talk. But two things, just actually one thing. So we all were expecting Sierra EV, and you're surprised with Sierra ICE. So is this a platform you'll be sharing for both ICE and EV, or just one of the car? So, this is a car topic and there's a platform topic. Yep. You will see that whenever Sierra EV comes up, it will be in our active platform, which means it's a dedicated platform meant for AIs. The ICE will come on an ICE platform. You can see that recently we started making separate cars with two different underbodies, which are best suited for ICE and EV for EV. And that will continue as the Sierra also. Great. Thank you so much, sir. Not taking much of your time. Thank you once again. MG ആയിരുന്നു അടുത്ത വലിയൊരു സ്റ്റോൾ ഉണ്ടായിരുന്ന. MGക്ക് ആക്ച്വലി 3 ലോഞ്ചാണ് ബേസിക്കലി ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് ഒരു പുതിയ ഡിവിഷൻ തന്നെ തുടങ്ങുകയാണ്, MG സെലക്ട് എന്ന് പറഞ്ഞിട്ട് അഫോർഡബിൾ ലക്ഷറി സെഗ്മെൻറ്റ്. അതിൽ 2 മോഡലുകൾ ഷോക്കേസ്. ഒന്ന് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ള MG സൈബസ് എന്ന് പറഞ്ഞ ഇലക്ട്രിക് റോഡ്സ്റ്റർ സ്പോർട്സ് കാറാണ്. അത് നമ്മൾ ഓൾറെഡി ഖത്തറിൽ ഒരിക്കലും അതിൻ്റെ റിവ്യൂ കൊണ്ടുവന്നിരുന്നു. അത് നിങ്ങൾ കണ്ടില്ലേ, കാണണം. അടിപൊളി വണ്ടിയാണ്. അടിപൊളി കാണാനും മാത്രമല്ല ഡ്രൈവ് ചെയ്യാനെല്ലാം അടിപൊളിയായിട്ടുള്ള നല്ല രസമുള്ള വണ്ടിയാണ്. ബട്ടർഫ്ലൈ ഡോസ് എല്ലാം വരുന്ന ക്ലാസ് വണ്ടിയാണത്. അതിൻ്റെ പുറമെ അത് ഏതായാലും ഇന്ത്യയിൽ ഇറങ്ങാൻ പോകാമെന്നുള്ള അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. 710 HP വരുന്ന പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. അതിൻ്റെ പുറമെ ഉണ്ടായിരുന്ന M9 എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് ലക്ഷറി MPV ആണ്. നമ്മൾ സാധാരണ വെൽഫെയർ പോലുള്ള വണ്ടികൾക്കെല്ലാം കോമ്പീറ്റ് ചെയ്യാവുന്ന തരത്തിൽ അത് കാർണിവലിനാണ് കുറച്ച് വലുപ്പമുള്ള ഒരു വണ്ടിയാണ്. 6 and 7 സീറ്റ് ഓപ്ഷനുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള വണ്ടിയും. അത് രണ്ടും ഈ ഒരു MG സെലക്റ്റിന് അണ്ടറിൽ വരുമെന്ന്. വേറെ തന്നെ ഷോറൂം ശൃംഖലകളായിരിക്കും MG സെലക്റ്റിന് ഉണ്ടാവുമെന്നാണ് കമ്പനി പറഞ്ഞത്. ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് MG ഷോറൂംസായിട്ട് ബന്ധം ഉണ്ടാവില്ല, വേറെ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് കേരളത്തിലും വരും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഡ്രൈവറിൽ കൊണ്ടും എന്തായാലും മെയിൻ ഫസ്റ്റ് ഇൻ ഇന്ത്യ നമ്മൾ MG സൈബസ്റ്ററിൻ്റെ റിവ്യൂ കൊണ്ടുവന്നിരുന്നു. സോ ചെക്ക് ഇറ്റ് ദാറ്റ്. പിന്നെ MG അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോഴുള്ള ഗ്ലോസ്റ്ററിൻ്റെ അടുത്ത മോഡൽ. അത് മെഗാസ്റ്റർ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് ശരിക്കും പുറത്ത് മാക്സ്വെലിൻ്റെ പേരിൽ വരുന്ന വണ്ടിയാണ്. ഞാൻ നേരത്തെ നമ്മൾ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ്. കുറച്ചുകൂടി ലക്ഷ്യൂറിയസും കൂടുതൽ ഫീച്ചേഴ്സായിട്ടായിരിക്കും ആ വണ്ടി വരുന്നുണ്ടാവുക. നമുക്കതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചിരുന്നില്ല, ഫുള്ളും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
എന്നാലും മനസ്സിലാക്കാൻ പറ്റിയ ചില ഡീറ്റെയിൽസ് വെച്ചിട്ട് മുമ്പത്തേക്കാളും കുറച്ചുകൂടി വലുപ്പം ഗ്ലോസ്റ്ററിനെക്കാളും കൂടുതലാണ്. അതേപോലെ തന്നെ ഫീച്ചേഴ്സ് കൂടുതലാണ്. വേറൊരു വലിയൊരു ഫീച്ചറിൽ 3D ഫ്ലോക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ജി വാഗൺ അതുപോലെ തന്നെ റാംഗ്ലർ ലെവലിലുള്ള കാര്യമാണ്. അപ്പോൾ 3D ഫ്ലോക്ക് വരും. അത് എന്തിനാണ് എന്നുള്ളത് നമുക്ക് നോക്കണം, ഓഫ് റോഡിൽ ചെയ്യുന്നുള്ള. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു MG ഗ്ലോസ്റ്ററിൻ്റെ മേലെ ഒരു പുതിയ സെഗ്മെൻറ്റ് തുടങ്ങുന്ന രീതിയിലാണ് ആക്ച്വലി മെഗാസ്റ്ററിനെ MG പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അത് ഫോർച്യൂണറിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ, സിമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ അതേതായാലും അൺവീൽ ചെയ്തിട്ടുണ്ട്, ലോഞ്ചും കാര്യങ്ങളും വരുന്നുണ്ടാവും. ഡീറ്റെയിൽസ് അപ്പോഴേക്കും അറിയുണ്ടാവുള്ളൂ. ഓട്ടോക്സിലെ മറ്റൊരു അട്രാക്ഷൻ പുതിയൊരു ബ്രാൻഡിൽ വൈവേ EV സോളാർ കാറായിരുന്നു. 3 വേരിയൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സോളാർ പവറിൽ ഓടുന്ന ഒരു കാറ്. അതിൻ്റെ വില വരുന്നത് 3.5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ ആയിട്ടാണ്. വളരെ ഒരു ക്യൂട്ടായി നിൽക്കുന്ന ചെറിയൊരു കാറാണ്. പക്ഷേ അതിൻ്റെ മാർക്കറ്റ് എപ്പോഴാണ് പ്രസൻസും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. കേരളത്തിൽ വരുമെന്നുള്ളതും എപ്പം വരുന്നുള്ളതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്തായാലും അതും ഓട്ടോ എക്സ്പോയിൽ ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു. ജർമ്മൻ സ്പോർട്സ് കാർ ബ്രാൻഡായിട്ടുള്ള പോർഷയും ഓട്ടോ എക്സ്പോയിൽ പ്രസൻസ് ഉണ്ടായിരുന്നു. മേജർലി 2 മോഡലാണ് പോർഷെ അൺവീൽ ചെയ്ത്. ഒന്ന് പുതിയ മക്കാനും അതുപോലെ തന്നെ പുതിയ ടൈക്കാനുമാണ്, ടൈക്കൻ GTS. മക്കാൻ്റെ ഇലക്ട്രിക്കും അതുപോലെ തന്നെ ഐസ് എഞ്ചിനും ഇന്ത്യയിൽ ഇറക്കി. അതിന് പുറത്തൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. പോകേണ്ടവർക്ക് പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കാനുള്ള പറ്റുന്ന രീതിയിലായിരുന്നു. ഓടിക്കാനുള്ള ചെറിയ റൗണ്ട്, ഒരു ജിംഖാന പോലെ. അതിൻ്റെ പുറമെ ഒരു അടിപൊളി യെല്ലോ GT3 RSഉം അതേപോലെ തന്നെ ടൈക്കനും എല്ലാം ഡിസ്പ്ലേയിലുണ്ടായിരുന്നു. വളരെ ഒരു ആകർഷണീയമായിട്ടുള്ള സ്റ്റോളായിരുന്നു. 3 ജർമ്മൻ മാനുഫാക്ചേഴ്സും ഉണ്ടായിരുന്നു, മെർസിഡീസും BMW പോർഷയ്ക്കും. അവരത് നെയിൽ ചെയ്തു. ഷെക്ട് ബ്രാൻഡായിട്ടുള്ള സ്കോഡയും പുതിയ മോഡലിൽ അൺവീൽ ചെയ്തു. കൈലാക്ക് എന്ന് പറഞ്ഞ മോഡലായിരുന്നു. അത് നമുക്കറിയാം. ഞാൻ ആക്ച്വലി കൈലാക്കിൻ്റെ ഡ്രൈവിനൂടെ ഗോവയിലുള്ളത്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഉടനെ കൊണ്ടുവരും. കൈലാക്ക് അൺവീൽ ചെയ്തിട്ടുണ്ട്. കൈലാക്കിനെ കുറിച്ച് ഏതായാലും ഡീറ്റെയിൽ നമുക്ക് ഉടനെ തന്നെ ഉണ്ട്. അതിൻ്റെ പുറമെ സ്കോഡ പുതിയ ഒക്ടാവിയ RSഉം അൺവീൽ ചെയ്തിട്ടുണ്ട്. സൂപ്പർബ് അൺവീൽ ചെയ്തിട്ടുണ്ട്. സൂപ്പറിലൂടെ തിരിച്ച് ഡീസൽ ഇന്ത്യയിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് പ്രതീക്ഷിക്കാം. അത് നല്ലൊരു കാര്യമായിരിക്കും. പക്ഷേ പ്രൈസ് സൂപ്പർബ് 70 ലാക്സിലെത്തും എന്നുള്ളതാണ് നമ്മൾ അന്ന് പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെയുള്ളത്. അതുപോലെ തന്നെ സ്കോഡ പുതിയ കോഡിയാക്കും ഡിസ്പ്ലേയിൽ വെച്ചിരുന്നു. സ്കോഡ സ്റ്റോളും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടോ എക്സ്പോയിൽ ഉണ്ടായിരുന്ന മറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചറിന് ഒന്ന് ഇക്ക എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അവരും ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരുന്നു വെച്ചിരുന്നത്. ബസ്സും ട്രക്കിൻ്റെയും കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ JBM എന്ന് പറഞ്ഞ ബസ് മാനുഫാക്ചേഴ്സ് അവരുടെ CNG മോഡൽസും ഡിസ്പ്ലേയിലുണ്ടായിരുന്നു. ഇത്രയെല്ലാമാണ് കമേഴ്ഷ്യൽ വെഹിക്കിൾ രംഗത്തുണ്ടായിരുന്നത്. ഇതിൻ്റെ പുറമെ കുറേ കമേഴ്ഷ്യൽ വെഹിക്കിൾ നിങ്ങൾ ചിലപ്പം വീഡിയോസിലെല്ലാം കണ്ടോ. അതിലുണ്ടായിരുന്ന കൺസ്ട്രക്ഷനും ഹെവി എക്യുപ്മെൻറ്റും ഷോയിലാണ്. ഞാൻ അവിടെ പോകാത്തതുകൊണ്ട് എനിക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. ഓട്ടോ എക്സ്പോയിൽ ഉണ്ടായിരുന്ന ഇത്രയുമാണ് ഹൈലൈറ്റ്സ്. ബേസിക്കലി ഓട്ടോ എക്സ്പോ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് നമുക്ക് ഭയങ്കര സംഭവമായിരുന്നു. അന്ന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ച് പോകാൻ പറ്റിയപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പഴയ പോലെ ഒരു ചാമ മിസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രീമിയം പിക്കപ്പ് ബ്രാൻഡായിട്ടുള്ള ഇസൂസുയുടെ D-Maxൻ്റെ പുറത്ത് കോൺസെപ്റ്റായിട്ട് കാണിച്ചിരുന്ന പുതിയ ഓൾ ഇലക്ട്രിക് കോൺസെപ്റ്റ് ഇന്ത്യയിലും കാണിച്ചു. ബാങ്കോക്കിൽ 2024 അൺവീൽ ചെയ്തിരുന്നത് ബാങ്കോക്ക് ഇൻട്രസ്റ്റ് മോട്ടോർ ഷോയിൽ. ഇപ്പോൾ അത് ഇന്ത്യയിലും അത് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പുതിയ ഡിസൈനോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി പുതിയ D-Max വരികയാണെങ്കിലും ആ ഡിസൈനായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുന്ന മനസ്സിലായിട്ടില്ല. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യയിൽ വരുന്നതിനെ കുറിച്ചിട്ട്. ഇന്ത്യയിൽ വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ പിക്കപ്പിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഓൾറെഡി പിക്കപ്പ് ആവാത്തതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വന്നാലും എനിക്കത് വലിയൊരു ഹിറ്റാവും തോന്നുന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ പിക്കപ്പ് ഇന്ത്യയിലിപ്പം വിറ്റ് പോകുന്ന മറ്റൊരു ബ്രാൻഡ് ടൊയോട്ടയാണ്. ഹൈലക്സ് നമുക്കറിയാം. ടൊയോട്ടന് അത്യാവശ്യം വലിയൊരു സ്റ്റോളായിരുന്നു. സ്റ്റോളിൻ്റെ വലുപ്പം മാത്രമല്ല ഒരുപാട് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ടൊയോട്ട പുറത്തുള്ള പോലെ കോൺസെപ്റ്റ്സ് കൊണ്ടുവന്നു കാണിച്ചു. അതേപോലെ തന്നെ വരാൻ പോകുന്ന ഈ വിറ്റാറിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ അർബൻ ക്രൂസർ EVൻ്റെ കോൺസെപ്റ്റ് ഡിസ്പ്ലേ ചെയ്തിരുന്നു. പിന്നെ ടൊയോട്ടയിൽ പുതിയ വന്നിരിക്കുന്ന ക്യാമറയും പുതിയ ലാൻഡ് ക്രൂസർ 300 സീരീസ് ഇതെല്ലാം ഡിസ്പ്ലേയിലുണ്ടായിരുന്നു. പലരും പ്രതീക്ഷിച്ച പോലെ പുതിയ ഫോർച്യൂണർ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഹൈക്രോസിനും വേറെ വേരിയൻസും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നോട് കുറേ ആൾക്കാർ അത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ടൊയോട്ട ലക്ഷറി ബ്രാൻഡിൽ ലെക്സസും ഡിസ്പ്ലേയിലുണ്ട്. ലെക്സസും അതുപോലെ തന്നെ അട്രാക്റ്റീവുള്ള കോൺസെപ്റ്റ്സ് എല്ലാം വെച്ചിട്ടായിരുന്നു വെച്ചിരുന്നത്. പുതിയ ES കൊണ്ടുവരുന്ന പ്രതീക്ഷ, പക്ഷേ അത് കൊണ്ടുവന്നിട്ടില്ല. അത് വേറെ തന്നെ ലോഞ്ചായിട്ട് വരും എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇതിലും മറ്റൊരു മാനുഫാക്ചറിങ് ജയൻ്റ് ആയിട്ടുള്ള ഹ്യുണ്ടായി അവരുടെ പുതിയ ഇലക്ട്രിക് ക്രെറ്റ ഈ അടുത്താണ് അൺവീൽ ചെയ്യും. നമ്മൾ ടെസ്റ്റ് ഡ്രൈവെല്ലാം ചെയ്തിരുന്നു. നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. എന്തായാലും അതിൻ്റെ മാർക്കറ്റ് ലോഞ്ച് ഇവിടെ ഓട്ടോ എക്സ്പോയിൽ വെച്ച് നടന്നു. ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തത് 17.99 ലാക്സ് മുതൽ 23.5 ലാക്സ് വരെയാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ആയിരിക്കും ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതേതായാലും അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. കാരണം ഹ്യുണ്ടായിനെ സംബന്ധിച്ചിടത്തോളം ഹ്യുണ്ടായിക്കാരെ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുള്ള പ്ലേയേഴ്സ്, പ്രത്യേകിച്ച് മഹീന്ദ്ര BE മോഡൽസ് വന്നതും അതേപോലെ തന്നെ പുതിയമാരുടേത് ഈ വിറ്റാരപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് കണ്ടിട്ട് തന്നെയാണ് ആക്ച്വലി പ്രൈസിങ് ചെയ്തിട്ടുള്ളത്. പ്രൈസിങ് പൊളിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയുള്ളത് കമൻറ്റിൽ പറയാം. എന്തായാലും ഹൈലൈറ്റ് ആയിരുന്നത് പുതിയ സ്റ്റാറിയ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ലക്ഷറി MPV ഷോക്കേസ് ചെയ്തായിരുന്നു.
അത് നമ്മൾ സാധാരണ ഇവിടെയുള്ള കാർണിവലിനെ കോമ്പീറ്റ് ചെയ്യുന്ന മോഡലാണ്. ഗൾഫിലും എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. ഈ മിഡിൽ ഈസ്റ്റിനേക്കാൾ ഇറങ്ങി ഒന്ന് തായ്ലൻഡും വിയറ്റ്നാമിലും ടൂറെല്ലാം പോകുന്നവർക്ക് അവിടെ ചിലപ്പം പിക്കപ്പ് ഡ്രോപ്പ് വെഹിക്കിളെല്ലായിട്ട് കണ്ടിട്ടുണ്ടാവും. സ്റ്റാർ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള പ്ലാന് എന്തായാലും ഉണ്ടായിട്ടുണ്ട് എന്ന് എപ്പോൾ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ഇല്ല. പക്ഷേ അത് കൊണ്ടുവന്നു. അതിൻ്റെ കൂടെ അയോണിക് 9 ഡിസ്പ്ലേയിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ വർഷം മാർക്കറ്റിലേക്ക് എത്തുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ ഒഫീഷ്യലി ഇല്ല. ഇതായിരുന്നു ഹ്യുണ്ടായിൻ്റെ സ്റ്റോറിലെ മെയിൻ ഹൈലൈറ്റ്. ഹ്യുണ്ടായുടെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ലക്ഷറി കാർ ജയൻ്റ് ആയിട്ടുള്ള മെർസിഡീസ് ബെൻസ് ആണ്. മെർസിഡീസ് ആക്ച്വലി ഒരു പുതിയ മോഡലായിട്ട് ഒന്നും തന്നെ ആക്ച്വലി ഓട്ടോ എക്സ്പോയിൽ കൊണ്ടുവന്നിരുന്നില്ല. പക്ഷേ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് CLA ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അൺവീൽ ചെയ്തു. അത് ഭാവിയിൽ വരാൻ പോകുന്ന ഈ വർഷം ഗ്ലോബലി വരാൻ പോകുന്ന CLAൻ്റെ കോൺസെപ്റ്റാണ്. നമ്മൾ അതിൻ്റെ ഒരു സ്പൈ വെഹിക്കിൾ കണ്ടിരുന്നു. ആക്ച്വലി ടെസ്റ്റ് വെഹിക്കിൾ കാമോഫ്ലാഷ് ചെയ്തിട്ട് ഒരിക്കലും ഞങ്ങൾ ദുബായിൽ ഒരു ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഇടയ്ക്ക് കണ്ടു. അപ്പം മനസ്സിലാക്കാൻ പറ്റിയ ഈ കോൺസെപ്റ്റിനോട് സിമിലർ ആയിട്ടാണ് വരാമെന്നുള്ള. അതിൻ്റെ കൂടെ ഈ ഓട്ടോ എക്സ്പോയിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുള്ള മൈബാക്കിൻ്റെ EQS SUV ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ നൈറ്റ് സീരീസ് വേരിയൻറ്റ് അൺവീൽ ചെയ്തു. പിന്നെ മെയിൻ അട്രാക്ഷൻ ഉണ്ടായിരുന്ന ഹാളിനേക്കാളും ഹാളിൻ്റെ പുറത്തായിരുന്നു മെർസിഡീസിൻ്റെ G580 ഇലക്ട്രിക് G ക്ലാസിൻ്റെ G-ടേൺ എക്സ്പീരിയൻസ്. അത് നമുക്ക് രജിസ്റ്റർ ചെയ്താൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ റീല് ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല വ്യൂ എല്ലാം കിട്ടിയ റീലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കാണാം. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ പുതിയ ഓട്ടോ എക്സ്പോയിൽ ഒരു പുതിയ കാർ ബ്രാൻഡ് കൂടെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പോഡ്കാസ്റ്റിലെന്ന് പറഞ്ഞ പോലെ വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞ വിയറ്റ്നാം ബ്രാൻഡാണ്. ടാറ്റയ്ക്ക് അതിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ബ്രാൻഡാണ്. അവർ ഒരു ഫുള്ളി ഇലക്ട്രിക്കും അല്ലാത്ത എല്ലാ മോഡൽസ് വരുന്നുണ്ട്. അവരൊരു ഇന്ത്യയിലൊരു പ്രസൻസ് കൊണ്ടുവരാൻ പോകണം. ബേസിക്കലി ഇന്ത്യയിൽ ഒരു വലിയൊരു പ്ലാന്റ് തൂത്തുക്കുടി എന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോമിസിങ് ആയിട്ട് അല്ലെങ്കിൽ സീരിയസ്ലി ഇന്ത്യൻ എടുത്തിട്ടുള്ളൊരു ബ്രാൻഡാണ്. അതിൽ 2 മോഡൽ അൺവീൽ ചെയ്തു. VFS 6ഉം VFS 7ഉം ആണ്. എന്നാൽ V3 എന്നുള്ളൊരു മോഡലായിരുന്നു ആളുകളുടെ അട്രാക്ഷൻ വരിക. കാരണം അത് ഭയങ്കര ഒരു കോമ്പാക്ട് ലുക്കിംഗ് ഒരു ക്യൂട്ടായിട്ട് നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ബേസിക്കലി വിൻഫാസ്റ്റിൻ്റെ എല്ലാ മോഡലും അവിടെ ഡിസ്പ്ലേയിലുണ്ടായിരുന്നു. ഈ വർഷം തന്നെ ഇന്ത്യയിൽ വിൻഫാസ്റ്റ് മാർക്കറ്റ് ലോഞ്ച് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടില്ല. പീരീഡ് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. വണ്ടി ഏതൊക്കെയാണ് കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്രയാണ് കാണിച്ചത്. ഇൻറ്റീരിയറൊന്നും കാണിക്കാത്ത രീതി പുറമെ എക്സ്റ്റീരിയർ കാണുന്ന മാത്രം രീതിയിലായിരുന്നു വിൻഫാസ്റ്റിൻ്റെ ഡിസ്പ്ലേസ് ഉണ്ടായിരുന്നത്. എല്ലാ ലൈനപ്പും ഉണ്ടായിരുന്നു. നമുക്ക് അറിയുന്ന ചില ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആളുകളെല്ലാം തന്നെ വിൻഫാസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഒരു സീരിയസ്ലി ഇന്ത്യൻ എടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മെർസിഡീസ് കാര്യമായിട്ട് ലോഞ്ചും ചെയ്തില്ലെങ്കിലും അവരുടെ ആർച്ച് റൈവലായിട്ടുള്ള BMW കാര്യമായിട്ട് തന്നെയാണ് ഓട്ടോ എക്സ്പോ എടുത്തിരുന്നത്. അവരുടെ ഒരു വേൾഡ് പ്രീമിയർ ഇന്ത്യയിൽ വെച്ച് നടത്തി. അത് BMWയുടെ പുതിയ iX1ൻ്റെ ലോങ് വീൽ ബേസ് മോഡൽ. ലോങ് വീൽ ബേസ് ആദ്യമായിട്ട് വേൾഡിൽ ഇന്ത്യയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 49 lakhs ആണ് അതിൻ്റെ പ്രൈസിങ്ങൾ. ഒരു അടിപൊളി പ്രൊപ്പോസിഷനിലാണ് ആ വണ്ടി ഉള്ളത്. കാരണം ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആണ്. നല്ല ക്വാളിറ്റിയും കാര്യം എല്ലാം ഉണ്ട് ഇൻറ്റീരിയറിന്. നല്ലൊരു പാക്കേജാണ്. 50 lakhsൻ്റെ താഴെ ഒരു BMW വാങ്ങണമെങ്കിൽ അടിപൊളി ഓപ്ഷനാണ്. ആർക്കും മേജർ ആയിട്ടുള്ള ഒരു ലക്ഷറി ബ്രാൻഡിന് അങ്ങനെ ഒരു ഓഫറിംഗ് ഇല്ല. അപ്പോൾ അതൊരു അടിപൊളി ഓഫറിംഗ് തന്നെയായിരുന്നു. മറ്റൊരു വണ്ടി BMW ലോഞ്ച് ചെയ്ത് ഇന്ത്യൻ ലോഞ്ച് ആയിട്ട് പുതിയ X3 ആണ്. X3ൻ്റെ പ്രൈസ് വരുന്ന ഏകദേശം 77 lakhs മുതൽ 78 lakhs വരെയുള്ള റേഞ്ചിലാണ്. പെട്രോളും ഡീസലും ഓപ്ഷൻ ഉണ്ട്. 2 ലിറ്റർ എഞ്ചിനാണ്. X-Drive എന്നുള്ള 4 wheel drive സിസ്റ്റം വരുന്നുണ്ട്. ഇതിന് പുറമെ BMW ഗ്രൂപ്പായിട്ടുള്ള മിനിയുടെ കൂപ്പർ എസ് നമ്മൾ ഓൾറെഡി റിവ്യൂ എല്ലാം കൊണ്ടുവന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ലിബിൻ്റെ വണ്ടിയുടെ റിവ്യൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് നോക്കിയാൽ മതി. കൂപ്പർ എസിൻ്റെ തന്നെ JCW മോഡൽ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് 55 lakhs ആണ് അതിൻ്റെ പ്രൈസിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടായിരുന്നു BMW കാർ ഡിവിഷനിൽ ഉണ്ടായിരുന്ന മേജർ ലോഞ്ച്. പിന്നെ മോട്ടോറാഡ്സ് ഉണ്ടായി ഞാൻ ബൈക്ക് സെക്ഷനിൽ പറയാം. ഇത്രയായിരുന്നു BMW ഉണ്ട്. എന്തായാലും BMW ഇതിൻ്റെ പുറമെ ഒരുപാട് മോഡൽ ഡിസ്പ്ലേസിൽ വെച്ചിരുന്നു. അതിൽ അടിപൊളിയായിട്ടുള്ളൊരു i7 എല്ലാം ഉണ്ടായിരുന്നു. ഡുവൽ ടോൺ കളറിലായിട്ട്. അത് ക്ലാസ് ആയിരുന്നു. നല്ലൊരു സ്റ്റോളായിരുന്നു BMW അടുത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചർ ആയിട്ടുള്ള മഹീന്ദ്ര വലിയൊരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ മോഡലൊന്നും എല്ലാവരും കൊണ്ടുവന്നിരുന്ന അവർ ഡിസ്പ്ലേ ചെയ്തിരുന്നത് ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള BE9യും അതുപോലെ തന്നെ BE6 ആണ്. 2 ഇലക്ട്രിക് വേരിയൻ്റ് ആയിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ അത് കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പബ്ലിക് ഡെബ്യൂ ആയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് മഹീന്ദ്ര സ്റ്റോളിൽ കണ്ടു. അത് തന്നെ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഫീലായിരുന്നു. മഹീന്ദ്ര സ്റ്റോളിലെത്തിയപ്പോൾ ഈ 2 മോഡൽ അത്യാവശ്യം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഇനി നമുക്ക് ബൈക്ക് സെക്ഷനാണുള്ളത്. ബൈക്കിലും ഇന്ത്യയിലേക്ക് ഉള്ള മാനുഫാക്ചറിൻ്റെ ഒരുപാട് ലോഞ്ചസും കാര്യമുണ്ടായിരുന്നു. ഇനി ബൈക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 വീലർ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ഹീറോ മോട്ടോകോപ്പ് അവരുടെ 4 മോഡലുകളാണ് അൺവീൽ ചെയ്ത്. കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സൂം സ്കൂട്ടറിൻ്റെ 125cc-യും 160cc-യും അൺവീൽ ചെയ്തു. അതുപോലെ തന്നെ എക്സ്പ്രസിൻ്റെ 210cc-യും അതുപോലെ തന്നെ എക്സ്ട്രീം 250R-ഉം ഇന്ത്യൻ മാർക്കറ്റിലേക്കായിട്ട് ഓട്ടോ എക്സ്പോയിൽ അൺവീൽ ചെയ്തു. TVS മോട്ടോർ സ്റ്റോറിൻ്റെ ഹൈലൈറ്റ് ആയിരുന്നത് പുതിയ ജൂപ്പിറ്ററിൻ്റെ CNG മോഡലാണ്.
125cc വരുന്ന ജൂപ്പിറ്ററിൻ്റെ CNG വേർഷൻ ആദ്യമായിട്ട് എക്സ്പോയിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ TVSൻ്റെ പുതിയ സിസ്റ്റർ ബ്രാൻഡായിട്ടുള്ള നോട്ടൻ്റെ അണ്ടറിൽ വരുന്ന കോൺസെപ്റ്റ്സും എല്ലാം ഡിസ്പ്ലേ ചെയ്തിരുന്നു. അതിൻ്റെ പുറമെ റെഗുലർ ആയിട്ടുള്ള മോഡൽസ് ഉണ്ടായിരുന്നു. പക്ഷേ ഓട്ടോ എക്സ്പോ ഫ്ലോറിൽ നിന്ന് തന്നെ പുതിയ അപ്പാച്ചെ അഡ്വഞ്ചർ സീരീസിൻ്റെ ഫോട്ടോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആയിരിക്കും ഇവരുടെ 300cc എഞ്ചിൽ വരുന്ന ഫസ്റ്റ് അഡ്വഞ്ചർ മോഡൽ. ഹോണ്ട ടു വീലേഴ്സിൻ്റെ മെയിൻ അട്രാക്ഷൻ അവരുടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ പ്രൈസ് അൺവീൽ ചെയ്തതാണ്. QC1 90,000 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ആക്ടിവ പ്രൈസ് വരുന്നത് 1,17,000 മുതൽ 1,52,000 റുപ്പീസ് വരെയാണ്. ഇതായിരുന്നു ഹോണ്ട സ്കൂട്ടേഴ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇന്ത്യയിൽ പ്രസൻറ്റുള്ള മറ്റൊരു മാനുഫാക്ചേഴ്സാണ് സുസുക്കി ടു വീലേഴ്സ് അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ അനൗൺസ് ചെയ്തു. അത് ആക്സസ് ആണ്. ഈ വർഷം ഇന്ത്യയിൽ മാർക്കറ്റിൽ എത്തും എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പുറമെ ആക്സസിൻ്റെ റീഡിസൈൻ ചെയ്തിട്ടുള്ള മോഡലും അൺവീൽ ചെയ്തു. അതിൻ്റെ പ്രൈസ് 81,700 റുപ്പീസാണ്. പിന്നെ ജിക്സറും പുതിയതായിട്ട് വന്നു. അതിൻ്റെ റീഡിസൈൻ ചെയ്ത മോഡലാണ് മറ്റൊരു അൺവീലിംഗ് ഉണ്ടായിരുന്നത്. ജിക്സർ XF 250ൻ്റെ പ്രൈസ് വരുന്നത് 2,17,000 ആണ്. ലക്ഷറി ടു വീലർ മാനുഫാക്ചർ ചെയ്ത BMW മോട്ടോറോയുടെ 2 പുതിയ മോഡലാണ് അവതരിപ്പിച്ചത്. ഒന്ന് R1200 GS അഡ്വഞ്ചർ ആണ്. GSൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വഞ്ചർ ബൈക്കാണ്. പിന്നെ വന്നിരിക്കുന്ന റിഫ്രഷ് ചെയ്ത് വന്നിരിക്കുന്ന S1000RR ആണ്. ഇത് രണ്ടുമാണ് BMW പുതിയ മോഡലെങ്കിലും ബാക്കിയുള്ള എല്ലാ മോട്ടോറോഡ് വേരിയൻസും ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ക്രൗഡ് പാക്ഡ് ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ബൈക്ക് യമഹ അവതരിപ്പിച്ചു. അത് FCS FI ഹൈബ്രിഡ് എന്നാണ് അതിൻ്റെ പേര്. FC ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബൈക്സിലെ ഹൈബ്രിഡ് മോഡലായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പുറമെ ഹോണ്ട ഡിസ്പ്ലേ ചെയ്തത് 10R700 അഡ്വഞ്ചർ ബൈക്കാണ്. ഇന്ത്യയിൽ വരില്ല എന്നായിരുന്നു പറഞ്ഞ, പക്ഷേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, വരും എന്ന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ പുറമെ CBU ശ്രേണിയിൽ യമഹ ബൈക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതിൽ R7ഉം MT-09 ആയിരിക്കും കൊണ്ടുവരാമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം യമഹയിൽ ഏറ്റവും അട്രാക്റ്റീവ് തോന്നിയത് യമഹ സ്റ്റോറിൽ തന്നെ സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിരുന്ന കുറച്ച് ക്ലാസിക് മോഡലാണ്. മേജർലി ആ RD350യും അതിൻ്റെ ബാക്കിൽ RX100 ആയിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അത് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ് ലഭിച്ചത്. ഇത്രയാണ് 2025 ഓട്ടോ എക്സ്പോയിലെ വിശേഷം. ഇതിൻ്റെ പുറമെ ഞാൻ പറഞ്ഞ പോലെ ബാക്കി പല ഷോസും ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. ഞാൻ 2 ദിവസം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അത് കൊണ്ടുവരാത്ത ചിലപ്പോൾ നിങ്ങൾക്ക് വേറെയും റീൽസിലെല്ലാം പലതും കണ്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ കാണണം, മിസ്സാക്കണ്ട. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ലോകത്ത് മൊത്തം ഓട്ടോ ഷോസിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ചാമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാനുഫാക്ചറും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും ROI ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. കാരണം ഒരു ഓട്ടോ എക്സ്പോ നടക്കുമ്പം അതിൻ്റെ ഒരു കവറേജ് പറഞ്ഞാൽ ഒരു എക്സ്പോൻ്റെ കവറേജാണ്. ഒരു ബ്രാൻഡിന് മാത്രം കിട്ടുന്ന കവറേജ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പല മാനുഫാക്ചേഴ്സും അവരെ ഇൻഡിവിജ്വൽ പ്രോഗ്രാമിലാണ് പുതിയ ലോഞ്ചസും പുതിയ വണ്ടികളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ ഫുൾ അറ്റൻഷൻ അവർക്ക് കിട്ടും എന്നുള്ളതാണ് അവർ കാണുന്നത്. പക്ഷേ ഓട്ടോ എക്സ്പോ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വന്ന് വണ്ടികൾ കാണാവുന്ന ഒരു വേദിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ശരിക്കും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാനും ആസ്വദിക്കാനും പറ്റും. നമുക്ക് പലപ്പോഴും മീഡിയ ഇൻവിറ്റേഷൻ കിട്ടി പോകുന്നുണ്ട്. പല സംഗതി നമ്മൾ മീഡിയ ഇവൻ്റായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ചിലപ്പം അത്രയൊരു ചാമ ചിലപ്പോൾ മിസ്സാവും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പല ആക്ടിവിറ്റീസിലും ആക്ച്വലി കുറേ കാര്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവും. ഈ മാനുഫാക്ചേഴ്സിൻ്റെ ഡിസ്പ്ലേൻ്റെ പുറമെ പുറത്ത് ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ മെർസിഡീസിൻ്റെ G-Turn ഉണ്ടായിരുന്നു. BMW ഒരു ഡ്രിഫ്റ്റ് കോഴ്സ് വെച്ചു. അതുപോലെ തന്നെ പോർഷയുടെ മക്കാനുള്ള ജിംഖാന കോഴ്സ് വെച്ചു. അങ്ങനെ പലരും പല ആക്ടിവിറ്റീസിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റിയെല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും ആസ്വദിക്കാൻ പറ്റും. 2 ദിവസം കണക്കായിട്ട് വന്നാൽ ശരിക്കും ആസ്വദിച്ച് പോകാൻ പറ്റും. നല്ല ക്രൗഡ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഡൽഹിയിൽ പണ്ടത്തെ വരെ നോയിഡയിലേക്ക് എത്തുന്നതിനേക്കാളും എളുപ്പം പ്രകൃതിമായി തന്നെ എത്താം. അതുപോലെ തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാനും എയർപോർട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല, 1 മണിക്കൂറിൻ്റെ ഉള്ളിലെല്ലാം എത്താവുന്ന രീതിയിലുള്ള ട്രാഫിക് വിട്ട് കഴിഞ്ഞാൽ പെടും കേട്ടോ. എന്നാലും ഇതാണ് നമ്മൾ ഈ കൊല്ലത്തെ ഓട്ടോ എക്സ്പോ ഹൈലൈറ്റ്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ള വണ്ടി, സ്റ്റോള്, അതേപോലെ തന്നെ പുതുതായിട്ട് വന്ന ബ്രാൻഡുകൾ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കാം. അടുത്താണ് നമ്മൾ ഇതിലുള്ള ഓരോ മാനുഫാക്ചേഴ്സിനും ചിലതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വീഡിയോ കൊണ്ടുവരണം. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ആൻഡ് സീ യു സൂൺ.